കോടതി ഉത്തരവ് പ്രകാരം തന്റെ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ ബിൽഡിംഗ് ഉടമയും മാനേജറും തങ്ങളെ തടഞ്ഞുവെന്നും കോവിഡ് സമയങ്ങളിൽ ഷോപ്പ് തുറക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ വാടക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഷോപ്പ് അടച്ചിടാൻ കാരണമെന്നും KH ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമ KH റസാഖ് വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിലാണ് അതുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് മുഖ്യ അതിഥിയായിട്ട് ജയസൂരിയാണ് വന്നത്. ഞങ്ങൾ ഈ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ച് എന്തായാലും ഫെബ്രുവരി 5 ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് മാസം വന്നപ്പോഴത്തേനും ഫസ്റ്റ് കൊറോണ വന്നു. ആ കൊറോണയിലുള്ള പ്രതിസന്ധി കാരണങ്ങളൊക്കെ കൂടിയായിട്ട് ബിസിനസ് ഒന്ന് ഡള്ളായി. രണ്ടാമത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുമായിരുന്നു. അന്ന് വാടകയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ സമയത്ത് ഞങ്ങൾക്ക് 1,30,30,000 രൂപയാണ് ഇയാൾ വാടക പറഞ്ഞിരുന്നത്. അന്ന് കൊറോണ ഒന്നും ഇല്ലാത്തൊരു നല്ല ടൈമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 1,30,000 സമ്മതിച്ചിട്ടതായത്. അത് കഴിഞ്ഞ് കൊറോണ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ, പിന്നെ ഞങ്ങൾ പുതിയ കടക്കാരാണ്, ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് തരണം, മറ്റു കടക്കാരുടെ മാതിരിയല്ല, ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കൂട്ടിത്തരണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് പറയുകയും ഞങ്ങൾക്ക് ഒരു 80,000 രൂപ വെച്ച് മാസം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം വ്യക്തമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം കോടതിയിൽ കൊടുത്ത കേസിൽ 85,000 രൂപ വാടകയാണ് കാണിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന്റെ വക്കീലും എല്ലാം എഴുതി ഒപ്പിട്ടിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ കോടതിയിൽ കൊടുത്തതിൽ 85,000 രൂപയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കേസ് തുടർന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആളാണ് 2022 ഓഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് ഇവരെ കൂടി വരികയും ഈ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അതിലുള്ള ഞങ്ങളുടെ ഗോൾഡും അതിന്റെ ഡയമണ്ട്, സിൽവർ തുടങ്ങിയ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൂട്ടിയിട്ട് ആ ചാവി ഇവരുടെ കയ്യിലാണുള്ളത്. അപ്പൊ ഇപ്പോ കോടതിയിൽ നിന്ന് 27-ാം തീയതി ഞങ്ങൾ അങ്ങനെയാണ് കഴിയും. 27-ാം തീയതി അതിന്റെ കോടതിയിൽ നിന്ന് അമ്മിയും വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ചാവി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സാധനം അതിൽ നിന്ന് എടുക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇതുവരെയും ഇരിക്കുന്നത്. കാരണം ഇപ്പൊ അതിൽ വേറൊരു പ്രശ്നം വന്നിട്ടുള്ള, ഇതുവരെ ഈ കേസ് നടത്തിക്കൊണ്ടുപോയിരുന്നത് ഈ പറയുന്ന ബിൽഡിംഗ് ഓണർ തന്നെയായിരുന്നു. ഇപ്പോ ബിൽഡിംഗ് ഓണർ ഈ കേസിന്റെ 12-ാം തീയതിക്ക് ശേഷം അതിന് മുക്തിയാറായിട്ട് അദ്ദേഹത്തിന്റെ അനിയം വലിയുന്നുള്ള പറയുന്നതാണ് കാലിക്കറ്റ് റോഡിലാണുള്ളത്. അപ്പൊ ഇപ്പോ അദ്ദേഹത്തിന് ഏൽപ്പിച്ചാൽ ഉണ്ടാവുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹവുമായിട്ട് ആരും തന്നെ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും ഞങ്ങൾ സമീപിച്ചിട്ടുള്ളതാണ്. കാരണം ഞങ്ങൾക്കത് കുത്തിപ്പൊളിച്ച് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ അവരെ നാണം കെടുത്തണമെന്നോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് 1.5 കോടിയോളം രൂപ ഇന്റീരിയലും മറ്റു വർക്കുകളും മറ്റു മിഷനറി സാധനങ്ങൾക്കൊക്കെ ചെലവായതാണ്. അതിന് എന്തെങ്കിലുമൊക്കെ നമ്മളുമായി സംസാരിച്ചല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട നിങ്ങളെപ്പോലൊക്കെ ആരായാലും അവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുന്നതിന് പോലും ഞങ്ങൾക്ക് ഒരു താല്പര്യക്കുറവില്ല. കാരണം നമ്മളൊരിക്കലും അങ്ങനെ ഒരു വാശി പിടിച്ചിട്ടില്ല. ഞങ്ങളെന്തായാലും അവിടെ കൊണ്ട് തകർന്ന് തരിപ്പണമായി. കാരണം നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കൊറോണയും കാര്യങ്ങളുമായി. പിന്നെ ഇയാളെ ഈ ഓരോ പ്രശ്നങ്ങൾ, ഇപ്പൊ ഇയാളെ ഈ അനിയൻ തന്നെ എൻ്റെ പേരിൽ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇയാളായിട്ടുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ നമ്മളൊരു ചെക്ക് ഇയാൾക്ക് കൊടുത്തിരുന്നു, ഇയാൾക്ക് ചെക്കുകൾ കൊടുത്തിരുന്നു. ആ ചെക്ക് ബാങ്കിൽ അനിയൻ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് റിട്ടേൺ ആക്കിയിട്ട് എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ബാങ്കിൽ പൈസ, അപ്പൊ എന്തായാലും കാരണം അയാൾ പറഞ്ഞു, അയാൾ മോളെ കല്യാണത്തിന് എൻ്റെ അടുത്ത് പണം തന്നിരുന്നു, പട്ടം കിട്ടിയില്ല, അതുകൊണ്ട് ചെക്കാണ് തന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ കേസ് കൊടുത്തത്. വേറൊരു കേസ് കാടാമ്പ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ പേരിൽ നമ്മൾ കൊടുത്തു. നമ്മുടെ പേരിലൊരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ പൈസ ഇയാളെ അടുത്തുനിന്ന് കുറച്ച് ഫണ്ട് വാങ്ങിയ സമയത്ത് ഇയാൾക്ക് എൻ്റെ കാടാമ്പയിലെ ബിൽഡിങ്ങിന്റെ ആധാരം, എൻ്റെ ചെക്കുകളും അതേപോലെ തന്നെ എൻ്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ ആ കൊടുത്തപ്പോൾ ആ കാടാമ്പയിൽ ഉള്ള ബിൽഡിങ്ങിന്റെ ആധാരം കൊടുത്തപ്പോൾ അതിന്റെ മുകളിലുള്ള ഒരു വ്യാജമായിട്ടുള്ള ഒരു സമ്മതപത്രം ഉണ്ടാക്കിയിട്ട് അവരുടെ പേരിലേക്ക് മാറ്റിയപ്പോൾ ഞാനത് കാടാമ്പ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് FIR ഇട്ട് ഇന്ന് ആ കേസ്, കാരണം ബിൽഡിംഗ് ഓണർ ഭാര്യനെ കൂട്ടാൻ കാരണം എൻ്റെ പേരിൽ കേസ് കൊടുത്തിരുന്നത് അവർ രണ്ടുപേരും കൂടിയാണ്. പിന്നെ 37 നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ബിൽഡിംഗ് ഓണർ പേരിലും കൂടി നമ്മൾ കേസ് കൊടുത്തത്. ഇതാണ് ആ FIR-ന്റെ കോപ്പിയിൽ 468, 471 ഇതിട്ടിട്ടുള്ളത്. പക്ഷെ ആ കേസ് കഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വലിയ കാര്യമായ ചലനങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ ഞങ്ങളുമായിട്ട് ഈ ഉള്ള കാലം കൊണ്ട് ഇവര് നമ്മളെ ശല്യം ചെയ്തിട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ ഇത്രയും എമൗണ്ട് ചെലവാക്കിയിട്ട് അവിടെ ഉപയോഗിച്ച് ആ സാധനങ്ങൾ എടുക്കാനുള്ള അനുമതി
അത് ഞങ്ങൾക്ക് തരണം. അതല്ലെങ്കിൽ അവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് വന്ന നഷ്ടം തരാനെങ്കിലും അവർ തയ്യാറാവണം. ഇത് ഒരു നിലക്കും കയ്യൂക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ടോ ഓരോ ആൾക്കാർ വന്നിട്ട് നമ്മളെ വന്നിട്ട് ഇങ്ങനെ തുറച്ച് നോക്കുക, അവിടെ വന്നിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ ഇയാൾ പൈസയും കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ കൊടുക്കലും അതൊക്കെ ചെയ്യുന്ന ആളാണ് ഈ അനിയൻ. വേറെ എന്തൊക്കെ ആവശ്യത്തിനും വട്ടി പലിശക്കൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആളുകൾ വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന മാതിരിയാണ് ഇപ്പൊ അവിടെ കാണുന്നത്. അതൊന്നും നമ്മളെ വിഷയമല്ല. അത് എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള അത് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് പത്രമാധ്യമങ്ങളായ നിങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും ഞങ്ങളെ സാധനം എടുക്കും. ആ സാധനം എടുക്കുമ്പോൾ അവിടെ ഒരു വിഷയം ഉണ്ടാവും. ആ വിഷയം ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുക എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ ഈ പത്രസമ്മേളനം അവിടെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായം സഹകരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം വന്നിട്ടില്ല. വാടക ബാക്കി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് പറയാം, നിങ്ങൾ ഈ സാധനം ഒന്നും എടുത്തു കൊണ്ടുവരരുത്, നിങ്ങൾ വാടക ബാക്കിയുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാം. അതൊരു ന്യായമാണ്. അല്ലാണ്ട് കവിത ഗോൾഡ് ഫുള്ള് പണിയും കഴിച്ചിട്ട് ഞങ്ങൾക്ക് തന്നതാണ് നിങ്ങളൊന്ന് അത്തരം ന്യായങ്ങളിലേക്കൊന്നും പോവാത്ത എല്ലാവർക്കും അറിയണം.